ഇതാണ് മേടിക്കുന്നത് സീ ബ്രീം. ബർത്ത്ഡേ ടു യു. അല്ല നമ്മളെ ആ ഫിഷ് മാർക്കറ്റിൽ ആള് പറ്റിച്ചു ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്ത എന്തുപടി ഇത്? ഇതിനകത്ത് മാംസം ഉണ്ടോ? പരന്നിരിക്കുന്നു. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് എവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ, ബാക്കിൽ കാണുന്നത് തന്നെ നമ്മളെ ദുബായിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിഷ് മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട്, പക്ഷെ അവർ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു അവർ വരുന്നത് വരെ നമുക്ക് മീനുകളുമായിട്ട് ഒന്ന് കൊച്ചു വർത്താനം സംസാരിച്ചിട്ട് വന്നാലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ മീനും എടുത്തു നോക്കുവാണിപ്പോൾ. ദിസ് ഇസ് ഹൗ മച്ച് kg? 10 dirham full 1 kg. No. I speak what I'll give you. Okay, cool. हाँ 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 भैया टर्न കണ്ണിവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്ത് നമ്മൾ ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഗ്രില്ല് ചെയ്യുന്ന ഫിഷ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു തന്നത് ഈ ഫിഷ് ആയിരുന്നു. ഇതാണ് സീ ബ്രീം. ചെകിളിയൊക്കെ പൊളിച്ച് കാണിച്ചിരുന്നുണ്ട്, പക്ഷേ മീനിൻ്റെ ABCD അറിയാത്ത ആൾക്കാരാണ് അവിടെ പോയിട്ട് മീൻ പർച്ചേസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു നല്ലൊരു അടിപൊളി ഫിഷ് കണ്ടു, ഒരു ചുവന്ന കളറിലുള്ളത്. അതിൻ്റെ പേരാണ് റെഡ് ഹമൂർ. ये क्या है? ये रेड हैमर. रेड हैमर. लाल वाला. ये कितने का भैया? कौन सा भैया? ये 55. അത് എടുത്തു. फिश वाला भैया. 55. जिंदा है. कितना किलो चाहिए आपको? नहीं कुछ 20 का आता है ना, 20-25 का किलो का आता है. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ സച്ചിൻ. സച്ചിൻ സ്പെഷ്യലാന്ന് പറയാനുള്ള ഒരു റീസൺ ഉണ്ട്, അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഇവിടെ ഒന്നാം തരം നല്ല ഹിന്ദി ബാർഗെയിനിങ് ആണ് നടക്കുന്നത്. ये जिंदा है क्या? 30 dirhams किलो. कितना पीस आएगा? മീനുണ്ട്. 30 ദിറംസ് എന്ന് പറയുമ്പോൾ 20 ദിറംസിന് തരാൻ വേണ്ടി ബാർഗെയിൻ ചെയ്യുന്നത്, 20 എന്ന് പറയുമ്പോൾ 10 ദിറംസിന് തരാൻ വേണ്ടി ബാർഗെയിൻ ചെയ്യുന്നത്. അങ്ങനെ നല്ല ഒന്നാം തരം ഹിന്ദി ബാർഗെയിനിങ് അവിടെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനും സച്ചിൻ്റെ വൈഫ് രേഷ്മയും നല്ല ഒന്നാം തരം നാട്ടിലെ കിസ്സയൊക്കെ പറഞ്ഞു നടക്കുമായിരുന്നു. നല്ല ഞണ്ടിനെ പറ്റിയിട്ടും മുരുവിനെ പറ്റിയിട്ടും, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമല്ലേ മുരുവിനെ പറ്റിയിട്ടും കൊഞ്ചനെ പറ്റിയിട്ടും, അങ്ങനെ ഓരോ കഥകൾ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പുറത്തുനിന്ന് ബാർഗെയിനിങ് നല്ല തറുതിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പറു, ഇവരെ നാട്ടില് ഈ മീനിന് പറയാൻ കിളിമീൻ, നമ്മൾ ചുവന്ന കിലോ. कितना होगा? किलो होगा? 1 किलो का भी है, 1.5 किलो का भी है. फ्रेश वाला है, लोकल है. शेरी എടുക്കാനാ? कांटा ज्यादा है क्या? कांटा नहीं, एक ही कांटा है. फ्रेश ആണോ? फ्रेश है क्या? वो थोड़ा है पूरा फ्रेश. എടുക്കാം, നോക്കാം. ഇത് ഫിക്സ് ചെയ്ത कितने का आएगा? ये 20 dirham में है. ये 20. ये किलो 30 है ना? 35. അപ്പുറം കണ്ട കളർ മാറ്റാം. ये पहले कर दो, ये फ्रेश वाला. ये ശരി, രണ്ടെണ്ണം വേണോ? കഴിച്ചു തീർക്കോ? एक चलेगा. ये वाला चलेगा. देखो ये वाला ये. ഗ്രിൽ. kg 25. अच्छा kg 25. എടാ ഇത് 1.5 ഉണ്ടെന്ന് 35 പറയുന്നത്. നാളെ ഇവര് ഭയങ്കര ഫൈറ്റിങ്ങിലാണുള്ളത്. ആണ് 35 പറയുന്നത്. ഇത് പോയിട്ട് നമുക്ക് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഗ്രിൽ ചെയ്യണം. ഇത് ഹലോ, നല്ലതാണത്. എങ്ങനെ കണ്ട് മേടിക്കുന്നത്? വീട്ടിലൊക്കെ മേടിച്ചോണ്ട് വരും, നമ്മൾ കറി വെച്ച് കഴിക്കും. कितना बोला आपने? 35. किलो कितने में दे सकते हो आप? लेने का भाव है तो कितना किलो चाहिए आपको? 1 किलो में कितना पीस आएगा? वो 35-40 पीस है. ഇന്നത്തെ വ്ളോഗർ. कितने में दोगे आप? ओके 30 होगा. पीस ज़्यादा है. बोलेगा 25 का. 25 में कर दो. ये नहीं, ये 30 പറയാൻ ഇത് വേണോ? മേടിക്കുന്നോ? एक सेकंड. ये लेना, ये भी अच्छा है.
അതിന്റെ വലിപ്പം നോക്കിയേ. വേണ്ടേ? ये किधर का है? ये वाला 25 में कर देना. 30 लगा देगा थोड़ा अरे 25 में कर देना. इसमें सब 1 रुपया मिलता है. എനിക്ക് അവരെന്ത് ചെയ്യേ? മെയിൻ 30 പീസസ് നമ്മൾ 4 പേര്. ഫറാനെ ഓക്കെ അല്ലേ? ഇത് മതില്ലേ? അങ്ങനെ നമ്മൾ ചെമ്മീനും ശേരിയും ഒക്കെ വാങ്ങിപ്പിടിച്ച് ആ മാർക്കറ്റിൽ തന്നെ നമുക്ക് ക്ലീനിങ് ഒരു സ്പേസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ ക്ലീൻ ചെയ്യാൻ പൈസ കൊടുത്ത് ക്ലീൻ ചെയ്യണം. എത്ര വലിപ്പമുള്ള മീനാണോ അതിനനുസരിച്ചിട്ടാണ് അവിടെയുള്ള പേയ്മെന്റ് വരുന്നത്. ചെറിയ മീനാണെങ്കിൽ 5 ദിറംസും വലിയ മീനാണെങ്കിൽ 3 ദിറംസും പിന്നെ കിലോ കണക്കിനുള്ള പൈസയാണ് വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പൈസ കണക്ക് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ചെറിയ മീനിനല്ലേ പണി കുറച്ച് കൂടുതലേ, അതുകൊണ്ട് അവർ കുറച്ച് കൂടുതൽ പേയ്മെന്റ് വാങ്ങുന്നതാ. അങ്ങനെ നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് മാർക്കറ്റിൽ തന്നെ വന്നു. നമ്മൾ വീട്ടിലേക്ക് വാങ്ങേണ്ട കുറച്ച് മീൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരുടെ റൂമിലേക്ക് കുറച്ച് മീൻ വാങ്ങി. അവിടെ വെച്ചിട്ട് എനിക്ക് രേഷ്മ ഒരു പുതിയ മീനിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നു. അതാണ് CD ഫിഷ്. കാണുമ്പോൾ ഒരു CD ഷേപ്പ് പോലെ ഉണ്ടെങ്കിലും ആള് പറഞ്ഞു നല്ല ടേസ്റ്റാണ്, അവർ യൂഷ്വലി അത് പൊരിച്ചിട്ട് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളും അത് വാങ്ങി. അങ്ങനെ ഞങ്ങളും വാങ്ങി, അവരും വാങ്ങി. ഞാൻ അപ്പോൾ രേഷ്മനോട് പറയുന്നുണ്ട് അഥവാ ഫിഷ് രസമില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും എന്നുള്ള രീതിയിൽ. അത് യൂട്യൂബ് കണ്ടാൽ മതി, കുഴപ്പമില്ല. ഇവരുടെ അടുത്ത് ജസ്റ്റ് വരണം. അപ്പൊ ഇതില് മുളകും മഞ്ഞളും ഉപ്പും മാത്രം മതി. കുരുമുളകും കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ കഴിക്കില്ല, ഫറുവ കഴിക്കുള്ളൂ. ഫറു റിപ്ലൈ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാ. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ മതി. എന്തുപടി ഇത്? ഇതിനകത്ത് മാംസം ഉണ്ടോ? പരന്നിരിക്കുന്നു. പറഞ്ഞ വീഡിയോ എടുക്കാൻ ബെസ്റ്റ് സ്പോട്ട് ഇതുകൊണ്ട് അവിടെ. അവൻ കടിക്കുന്ന രീതിയിലല്ല എടുക്കുന്നു. ആർക്കും ബന്ധം होने वाला है, कर दो ना. नहीं होता? चलो പറയാനേ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കാണിക്കുക. എടുത്ത് കാണിക്കൂ. അല്ല മാളു എടുത്ത് കാണിക്കുക. ഒന്നും ചെയ്തില്ലടി, ജീവനില്ല. പറയണേ അതെന്താ? ഒന്നും ചെയ്യത്തില്ല, റബ്ബർ ബാൻഡ് ഇട്ടേക്കുവാ. ആ എടുത്തെടുത്തത്. ജീവനുണ്ട്. ട്രൈ ചെയ്യേ. നീ എടുക്ക ബ്ലോഗിനകത്ത് വരും. മാളു നാളെ 6 ലക്ഷം 7 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ആയിട്ട് പിന്നെ മിസ് ചെയ്യും. വാട്ട് ഈസ് മിസ്റ്റർ ബീനില് പച്ചക്ക് കഴിക്കുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ ഇത് ശരിക്കും പച്ചക്ക തോന്നും കഴിക്കാന്. ഫയറ് വരുന്നല്ലേ? വിട്ട് കുടിക്കില്ല. ഞാനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ ആ ഫിഷ് മാർക്കറ്റിൽ ആൾ പറ്റിച്ചു. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തെടുത്തുനിന്ന് ക്ലീൻ ചെയ്തില്ല. എന്താ പറയുക, കൊഞ്ചിൻ്റെ ആ മേലത്തെ ആ ഒരു വാല് പോലത്തെ സംഭവം ഇല്ലേ, അത് മാത്രം എടുത്ത് കളഞ്ഞിട്ട് ബാക്കി സ്കിന്നൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു അത് പറ്റില്ല, പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്യും, അതിന് വേറെ പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നിപ്പോൾ നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് തിരിച്ചു പോയി അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒന്നുകൂടിയും ക്ലീൻ ചെയ്യിപ്പിക്കും. എന്തായാലും പേയ്മെൻറ്റെല്ലാം കൊടുത്തിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുന്നതല്ലേ, അപ്പോൾ ഒന്നുകൂടി നമ്മൾ സംസാരിച്ച് അവിടെ നിന്ന് क्लीन ये हमने बोला ये बटरफ्लाई करने के लिए ना इसका स्किन निकाल के इसको फ्राई करने के लिए देना है. तभी हमने उधर दिया ना तो ये फ्राई नहीं कर सकते करके बोला. इधर ही दिया था, इधर ही दिया था. ये मैडम ही था. बटरफ्लाई बोला, बटरफ्लाई फ्राई करने के लिए स्किन निकालना है इसका. बटरफ्लाई रहेगा ना. बटरफ्लाई ऐसे होता है, अगर वो करेगा वो फुल क्लीन हो जाएगा फिर फ्राई के लिए. ये बटरफ्लाई ये जो अगर वो बनाएगा ये स्किन है ना, ये सिर्फ स्किन नहीं निकाल सकता है क्या? ये नहीं
निकालता बटर फ्राई ऐसे होता है, वो ऐसे फ्राई करेगा, ग्रिल करेगा। वो बोलते कि फ्राई नहीं कर पाएगा करके इसमें। फ्राई नहीं होगा, ग्रिल हो जाएगी। हमको फ्राई करना है। फ्राई के लिए फुल क्लीन होना है। തല കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. फ्राई के लिए ऐसे क्लीन आएगा। ये रहेगा ना बटरफ्लाई का, ये भी कुछ नहीं रहता बटर फ्राई के लिए। बटर फ्राई के लिए ये जो हो गया ये बटर फ्राई है, उधर जाके दोगे वो खुद बना के देगा आपको। जब वो ग्रिल करेगा जब आप फ्रेश हो जाएगा, खाओगे ये निकाल के खाओगे। नहीं भैया देखो, मैं एक बात बोलता हूँ, ആ തോട് കളയും. പിന്നെ ബട്ടർഫ്ലൈക്ക് പറ്റത്തില്ല. टोकरी की तरह टोकरी आप അങ്ങനെ നമ്മൾ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. റെസ്റ്റോറൻറ്റിൽ പോകുന്നത് ഈ മാർക്കറ്റിന്റെ ഉള്ളിലൂടെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പ്രത്യേകതരം മീൻ കണ്ട്. അതിന്റെ പേരാണ് സീ എർച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മീന് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ റംബൂട്ടൻ ഫ്രൂട്ട് ഇല്ലേ, റംബൂട്ടൻ ഫ്രൂട്ട് റെഡ് കളർ ആണെങ്കിൽ ഇത് ബ്ലാക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ആയിരുന്നു ആ ഫിഷ്. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ തിരിയുന്നില്ല ഒരുപാട് ഫിഷ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ ഫിഷ് വരാൻ കാരണം നമ്മൾ ഈ ഫിഷിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് പുറത്ത് വരുമ്പം ആ ഫിഷുകളെല്ലാം ഒരുമിച്ച് കൂടുന്നതാവില്ല. ആ സമയത്താണ് ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത്. what is available? You can order salas, rice. That will be grilled and that prawns. Yeah, you can Yeah, we already told them. grill or ഇതിൻ്റെ കൂടെ എന്താ വേണ്ടത്? ബ്രെഡ് ഈസ് കോംപ്ലിമെൻ്ററി റൈറ്റ്? എന്താ റൈസ് കഴിക്കുന്നു? പറഞ്ഞെന്ന് പറയുമ്പോൾ എനിക്കും അറിയില്ല. എന്താണ് വേണ്ടത്? അങ്ങനെയൊന്നും ഇല്ലല്ലേ, കിട്ടിയ കേൾക്കും. I will tell you. ആക്രാന്തൊന്നും വേണ്ട, നമുക്കെല്ലാം പരിഹരിക്കാം. എനിക്ക് ഫറാനയാ പേടി. ഇതെന്ത് നമുക്ക് കാണിക്കാണ്ട് തുറക്കണം നിങ്ങള്? എൻ്റെ പൊന്ന് സെറ്റാണല്ലോ, കാണാൻ ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട്? അല്ലയാ പിസ്സ കഴിക്കണം പോലെ നിറയുന്നുണ്ട് അവിടെ. അത് ഷോ. പഠിക്കോ പഠിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആർക്കാണ് വേണ്ടത്? ഫറാന് കൊടുക്ക. ഫൈനലി അതിന് ഡിപ്പ് തരില്ല. ഡിപ്പ് അതും സെപ്പറേറ്റ് വാങ്ങണമായിരിക്കും. ഇത് കുറേ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. രേഷ്മ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തെ കുറിച്ച്? പറഞ്ഞോ. അടിപൊളി ദിവസമായിരുന്നു. ഇനി നമുക്ക് പുറത്തു പോകണ്ടേ? പിന്നെയും കറങ്ങാൻ പോകും നമ്മൾ. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ കഴിഞ്ഞ് ബൈ.